Hello, good afternoon. Welcome to Learnino. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രൊട്ടക്ഷൻ ഡിവൈസസ് ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സിന്റെ MCQ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വേർ ഈസ് സ്വിച്ച് ഗിയേഴ്സ് യൂസ്ഡ്? സ്വിച്ച് ഗിയേഴ്സ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അഗെയിൻസ്റ്റ് ഓവർ കറന്റ് ഓർ ഓവർ ഹീറ്റിംഗ് ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ, in butt welding, arc heating, in star delta connection. ഓപ്ഷൻ എ ആണ് നമുക്ക് റൈറ്റ് ആൻസർ. അഗെയിൻസ്റ്റ് ഓവർ കറന്റ് അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷനിലാണ് നമ്മൾ സ്വിച്ച് ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സ്വിച്ച് ഗിയേഴ്സ് നമ്മൾ പറയുന്ന പോലെ തന്നെ ഓവർ കറന്റിലോ അതല്ലെങ്കിൽ ഒരു ഓവർ ഹീറ്റിംഗ് ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്വിച്ച് ഗിയറിൽ എന്താണുള്ളത്? വേരിയസ് ഇലക്ട്രിക്കൽ ഡിവൈസസുകൾ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് അല്ലെങ്കിൽ എന്താ വരുന്നത്? സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ സ്വിച്ചസ്, ഫ്യൂസ്, റിലേ, ഡിസൈൻഡ് ടു, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനാണ്? നമ്മുടെ ആ ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റുകളെ ഐസൊലേറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്വിച്ച് ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഓവർ കറന്റ് അല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ് അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ ബിലോ 400 kV സിസ്റ്റം, കിലോവോൾട്ട് സിസ്റ്റം, the circuit breaker is designed to withstand dash above the normal system voltage. അപ്പൊ ഒരു 400 കിലോവോൾട്ട് സിസ്റ്റത്തിന്റെ ബിലോ വരുന്ന സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എത്ര ശതമാനത്തിൽ, നോർമൽ വോൾട്ടേജിന്റെ എത്ര ശതമാനത്തിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 10% നോർമൽ സിസ്റ്റം വോൾട്ടേജിനേക്കാൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു റേറ്റഡ് സർക്യൂട്ട് ബ്രേക്കറിന്റെ ഒരു റേറ്റഡ് വോൾട്ടേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? The rated voltage of the circuit breaker depends upon its insulation system. അതിന്റെ ഒരു ഇൻസുലേഷൻ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 400 കിലോവോൾട്ട് സിസ്റ്റം ബിലോ വരുന്ന ആ ഒരു ഇതാണെങ്കിൽ ആ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു നോർമൽ സിസ്റ്റം വോൾട്ടേജിന്റെ ഒരു 10% വിത്ത്സ്റ്റാൻഡ് ചെയ്യാനാണ്. എന്നാൽ എബവ് അല്ലെങ്കിൽ ഈക്വൽ ടു 400 കിലോവോൾട്ട് ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സിസ്റ്റം നോർമൽ സിസ്റ്റം വോൾട്ടേജിന്റെ ഒരു 5% നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ രീതിയിലാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു വോൾട്ടേജ് റേറ്റിംഗ്, സർക്യൂട്ട് ബ്രേക്കറിന് നോർമൽ ആയിട്ട് വരുന്ന ഒരു വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് 1.05 മുതൽ 1.10 ടൈംസ് വരും നോർമൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജിനേക്കാൾ. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോ ലോഡ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ ലോഡ് കണ്ടീഷൻസ് കാരണം വരാം, അങ്ങനെ പല റീസൺസ് കാരണവും നമുക്ക് അങ്ങനെ വരാം. ഓക്കെ, ആ ഒരു റേഞ്ച് നമുക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 400 കിലോ വോൾട്ടിന് താഴെ ആണെങ്കിൽ 10% ആയിരിക്കണം നമുക്ക് ആ ഒരു നോർമൽ സിസ്റ്റം വോൾട്ടേജിനേക്കാൾ 10% വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. ഇഫ് സപ്പോസ് ഈക്വൽ ആൻഡ് എബോവ് ആണെങ്കിൽ നമുക്ക് ഒരു 5% ആണ് എടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹയസ്റ്റ് റേറ്റിംഗ് ഓഫ് ട്രിപ്പിൾ പോൾ വിത്ത് ന്യൂട്രൽ MCB മെയിൻ സ്വിച്ച് അവൈലബിൾ ഇൻ ദ ലോക്കൽ മാർക്കറ്റ്. നമുക്ക് ആ ഒരു ട്രിപ്പിൾ പോൾ വിത്ത് ന്യൂട്രൽ, ദാറ്റ് ഈസ് TPN MCB മെയിൻ സ്വിച്ചിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഹയസ്റ്റ് റേറ്റിംഗ്, ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഹയസ്റ്റ് റേറ്റിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 63 ആംപിയർ ആണ് നമുക്ക് മാക്സിമം ആയിട്ട് അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഒരു ട്രൈപോൾ വിത്ത് എ ന്യൂട്രൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആ ഒരു സർക്യൂട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ടുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ആ ഒരു പ്ലേസ് ഓഫ് ഫ്യൂസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റിയുടെ അമൗണ്ട് നമ്മുടെ ആ ഒരു വയറിലൂടെ വരുന്ന കറന്റിന്റെ അളവ് കൂടുകയാണെങ്കിൽ MCB ടേൺ ഓഫ് ആവുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സർക്യൂട്ട് ബ്രേക്ക് ആവുകയും കറന്റ് ഫ്ലോ ബ്ലോക്ക് ആവുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഹോം അപ്ലയൻസസ് ഒക്കെ കത്താതിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു മെത്തേഡ് വഴിയായിട്ടാണ്. അപ്പൊ ഒരു സിംഗിൾ പോൾ വിത്ത് ന്യൂട്രൽ MCBയുടെ അവൈലബിൾ ആയിട്ട് നമുക്ക് മാക്സിമം വരുന്നത് എത്രയെന്ന് വെച്ചാൽ 63 ആംപിയർ ആണ് നമുക്ക് ലോക്കൽ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിരിക്കുന്നത്, മാക്സിമം റേറ്റിൽ വരുന്നത്. ഓക്കെ, which is the most serious problem in vacuum circuit breaker? ഒരു വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ വരുന്ന മോസ്റ്റ് സിവിയർ പ്രോബ്ലം അല്ലെങ്കിൽ സീരിയസ് പ്രോബ്ലം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ സി കറന്റ് ചോപ്പിംഗ് ആണ്. ഓക്കെ, കറന്റ് ചോപ്പിംഗ് ആണ് നമുക്കൊരു വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ വരുന്ന ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു മോസ്റ്റ് സീരിയസ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കറന്റ് ചോപ്പിംഗ് നമുക്ക് നോക്കാം. ഓക്കെ, കറന്റ് ചോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ കറന്റിന്റെ ഫ്ലോയിൽ വരുന്ന ഒരു ഇന്ററപ്ഷൻ ആണ്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് അവിടെ ഒരു ആർക്ക് ക്രിയേറ്റ് ആകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനൊരു ഡെഫിനേഷൻ ആയിട്ട് എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ, കറന്റ് ചോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ
കോണ്ടാക്റ്റുകൾ സെപ്പറേറ്റ് ആകുമ്പോൾ ഒരു ആർക്ക് ഫോം ആകുന്നുണ്ടല്ലോ, ആ ഒരു റീസൺ കാരണമാണ് നമുക്ക് അവിടെ കറന്റ് ചോപ്പിംഗ് വരുന്നത്. അതായത് നമ്മൾ ഒരു കറന്റ് ഫ്ലോയിനെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന സർക്യൂട്ട് ബ്രേക്കറിൽ ഉണ്ടാകുന്ന കോണ്ടാക്റ്റുകൾ എന്താകും, സെപ്പറേറ്റ് ആകുന്നതിന് ചാൻസസ് വരും, സെപ്പറേറ്റ് ആകും. അപ്പൊ അവിടെ നമുക്കൊരു ആർക്ക് ക്രിയേറ്റ് ആവുകയാണ്. അപ്പൊ ഈ ഒരു ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ്, നമുക്കറിയാം വാക്വത്തിന് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ് വരുന്നത്. അപ്പൊ ആദ്യം ഈ പറയുന്ന ആർക്ക് എന്ന് പറയുന്നത് സസ്റ്റെയിൻ ആകാൻ നമുക്ക് അണേബിൾ, അതായത് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർക്ക് ആയിരിക്കില്ല വരുന്നത്. പക്ഷേ ഈ ആർക്ക് എന്ത് ചെയ്യും, ഈ ഒരു കോണ്ടാക്ട് ഫർദർ ആയിട്ട് വീണ്ടും വീണ്ടും മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് റെഡ്യൂസ് ആവുകയും അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആർക്ക് കൂടുകയുമാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഒരു കറന്റ് ചോപ്പിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പല ഇഷ്യൂസ് വരുന്നതിന് കാരണമാണ്. അപ്പൊ എന്തൊക്കെയാ വരുന്നത്, ഒരു ഓവർ വോൾട്ടേജ് വരും. കാരണം കറന്റ് അവിടെ തീരെ ഇല്ലാണ്ടാകുമ്പോൾ എന്താകുന്നത്, അവിടെ നമുക്കൊരു അയണൈസിങ് ചാർജുകൾ വരികയാണ് ആ ഒരു എയറിൽ, അല്ലെ, ആ ഒരു ബിറ്റ്വീൻ കോണ്ടാക്റ്റുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട്. അപ്പൊ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരു ഓവർ വോൾട്ടേജ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഒക്കെ ആകുന്നുണ്ട്. സർക്യൂട്ട് ബ്രേക്കർ കോണ്ടാക്റ്റുകൾ ഡാമേജ് ആകുന്നുണ്ട്. അതുപോലെ ആർക്ക് ക്വഞ്ചിങ് കാപ്പബിലിറ്റി റെഡ്യൂസ് ആവുകയാണ്. അതുപോലെ തന്നെ വിയറും ടിയറും ഒക്കെ നമുക്ക് അവിടെ എന്താണ്, ഇൻക്രീസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമുക്ക് അതിൽ വരുന്ന സൈഡ് എഫക്റ്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രീ ഇൻസേർഷൻ റെസിസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്നബ്ബർ സർക്യൂട്ടുകൾ, അല്ലെങ്കിൽ ഒരു ആർക്ക് കൺട്രോൾ ഡിവൈസസുകൾ. ഈ പറഞ്ഞ മെത്തേഡുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കറന്റ് ചോപ്പിംഗ് എന്നുള്ള ഒരു നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ വരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, കറന്റ് ചോപ്പിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഐഡിയൽ സർക്യൂട്ട് ബ്രേക്കർ ഷുഡ് ഓഫർ. ഒരു ഐഡിയൽ സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് നൽകേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഒരു സീറോ ആൻഡ് ഇൻഫൈനൈറ്റ് ഇംപിഡൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇന്ററപ്ഷൻ. ബിഫോർ ഇന്ററപ്ഷനിൽ നമുക്കൊരു സീറോ ഇംപിഡൻസും, അതൊന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, ബിഫോർ ഇന്ററപ്ഷനിൽ, അതായത് കറന്റിന്റെ ഇന്ററപ്ഷൻ ബിഫോർ ആയിട്ട് നമുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു സീറോ ഇംപിഡൻസും പ്രൊവൈഡ് ചെയ്യണം. ആഫ്റ്റർ ഇന്ററപ്ഷനിൽ നമുക്കൊരു ഇൻഫൈനൈറ്റ് ആയിട്ട് ഇംപിഡൻസും പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഒരു ഐഡിയൽ സർക്യൂട്ട് ബ്രേക്കർ ഓഫർ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഒരു സർക്യൂട്ട് ബ്രേക്കർ നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനെ ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ, ആ ഒരു ഡാമേജിൽ നിന്നും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു സർക്യൂട്ട് ബ്രേക്കർ ക്ലോസ്ഡ് ആണെന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അതെന്താണ്, ആ ഒരു ഷോർട്ട് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ബിഫോർ ഇന്ററപ്ഷനിൽ എന്തായിരിക്കണം, ഒരു ഐഡിയൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് ഷുഡ് ബി സീറോ ആയിരിക്കണം വേണ്ടത്. എന്നാൽ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആണെങ്കിൽ അതെന്താണ്, നമുക്കൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഓപ്പൺ സ്വിച്ച് ആകുമ്പോൾ എന്താണ്, ആ ഒരു ഇന്ററപ്റ്റിന് ശേഷം സർക്യൂട്ട് ബ്രേക്കറിൽ നമുക്കൊരു ഇൻഫൈനൈറ്റ് ഇംപിഡൻസ് നമുക്ക് കാണണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒരു ഐഡിയൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. അത് കോമ്പാക്ട് ആൻഡ് സ്പേസ് സേവിംഗ് ഡിസൈൻ ആണ്. അതിന്റെ കോമ്പാക്ടിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെന്റ് സർക്യൂട്ടുകളിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട്, കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓവർലോഡ് ആയിട്ട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ലൈഫ് ലോങ്, അതായത് ലൈഫ് സ്പാൻ കൂടുതലാണ്. റെസിസ്റ്റൻസ് സീറോ, അതായത് സീറോ ഇംപിഡൻസ് ആണ് നമുക്ക് വരുന്നത് ആദ്യം. പിന്നെ ക്വിക്ക് റെസ്പോൺസ് ടൈം വരുന്നുണ്ട്. ഹൈ ഇന്ററപ്റ്റിംഗ് കപ്പാസിറ്റി ഒരു അഡ്വാൻറ്റേജ് ആണ്. റിലയബിലിറ്റി, ഈസി റീസെറ്റ്, ഇതൊക്കെ ഈ പറയുന്ന ഒരു ഐഡിയൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജസുകളായിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ 3-phase 33 kV ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ഈസ് റേറ്റഡ് 1200 ആംപിയർ 2000 megavolt ampere 3 seconds. Okay, the symmetrical braking current is, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറന്റ് ആണ്. സർക്യൂട്ട് ബ്രേക്കറിന്റെ കറന്റ് നമുക്ക് തന്നിട്ടുണ്ട്, MVA ഉള്ള റേറ്റ് തന്നിട്ടുണ്ട്. 3-phase 33 kV ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 35 കിലോ ആംപിയർ ആണ് നമുക്ക് വരുന്ന ആ ഒരു സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറന്റ് എന്ന് നമുക്ക് നോക്കാം. ഒരു ബ്രേക്കിംഗ് കറന്റ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഒരു ഹയസ്റ്റ് നമ്പർ ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണ്. അതായത് അത് ബ്രേക്കേഴ്സ് നമുക്ക് ഒരു ബ്രേക്കിംഗ് ചില സ്പെസിഫൈഡ് കണ്ടീഷൻ, അതായത് ചിലപ്പോൾ ട്രാൻസിയന്റ് റിക്കവറി വോൾട്ടേജോ അതല്ലെങ്കിൽ ഫ്രീക്വൻസി വോൾട്ടേജോ, ഈ ഒരു ടൈമിങ്ങിൽ വരുന്ന
ഒരു ഹയസ്റ്റ് നമ്പർ ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണ് ആ ഒരു സർക്യൂട്ട് ബ്രേക്കറിൽ വരുന്ന ആ ഒരു കറന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബ്രേക്കിംഗ് കറന്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കിലോ ആംപിയർ എന്നുള്ള ഒരു ടേംസിലാണ് അറ്റ് ദാറ്റ് കോൺടാക്ട് സെപ്പറേഷനിൽ. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിംഗ് കറന്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടെണ്ണമാണ് ഉള്ളത്. ഒന്ന് സിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കറും അസിമെട്രിക്കൽ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കറും ആണ്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറന്റ് ആണ്, which is equal to SIB is equal to S/√3 VL ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. റേറ്റഡ് കറന്റ് 1200 തന്നിട്ടുണ്ട്. MVA റേറ്റിംഗ് എന്ന് പറയുന്നത് 2000 മെഗാ വോൾട്ട് ആംപിയർ ആണ്. അപ്പൊ റേറ്റഡ് സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറന്റ് which is equal to MVA, അതായത് S എന്ന് പറയുന്നത് MVA ക്ക് ഈക്വൽ ആണ്. അപ്പൊ 2000 into 10 to the power 6 by √3 into VL എന്ന് പറയുന്നത് നമുക്ക് 33 kV ആണ് സിസ്റ്റം നമുക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു 33 ആണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ഏകദേശം 34.9990 വരുന്നുണ്ട്, which is approximately equal to 34 കിലോ ആംപിയർ. നമ്മൾ അതിന്റെ യൂണിറ്റ് കിലോ ആംപിയർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് റേറ്റഡ് സിമെട്രിക്കൽ ബ്രേക്കിംഗ് കറന്റ് ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു എ റിലേ. A relay is energized if NC contacts are open. The pickup current is the minimum relay coil current required to keep a relay energized. Okay, ഓപ്ഷൻ എ മാത്രമാണ് ഇതിൽ റൈറ്റ് ആൻസർ. അതായത് ഒരു റിലേ എന്ന് പറയുന്നത് എന്താണ്, ഈസ് എനർജൈസ്ഡ്, അതായത് NC കോൺടാക്റ്റുകൾ ഓപ്പൺ ആണെങ്കിൽ ആണ് ഒരു റിലേ എന്ന് പറയുന്നത് എനർജൈസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ ആണ്, അതായത് ഓപ്ഷൻ എ 1 മാത്രമാണ് നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, റിലേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്വിച്ചിങ് ഡിവൈസ് ആണ്, ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയി വരുന്നത്. നമുക്ക് ആ ഒരു ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മെക്കാനിക്കലി ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വരികയാണ്. അപ്പൊ അതിലെ കോണ്ടാക്റ്റുകളെ കുറിച്ച് നമുക്ക് എന്താണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് കോണ്ടാക്റ്റുകളാണ് വരുന്നത്. ഓക്കെ, ഒരെണ്ണത്തിന് നമ്മൾ എന്താ പറയുന്നത്, നോർമലി ഓപ്പൺ കോണ്ടാക്ട് ആയിട്ടാണ് പറയുന്നത്, NO എന്നാണ്. അതായത് ആ കോണ്ടാക്റ്റിന് നമ്മൾ ഇതാക്കിയിരിക്കുക. അനദർ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് ആണ്, ദാറ്റ് ഈസ് NC കോണ്ടാക്റ്റുകളാണ്. ഓക്കെ, നോർമലി ഓപ്പൺ കോണ്ടാക്ട് കറന്റിനെ അലോ ചെയ്യും, അതായത് റിലേ എനർജൈസ് ചെയ്യുമ്പോൾ നോർമലി ഓപ്പൺ കോണ്ടാക്റ്റുകൾ കറന്റിനെ അലോ ചെയ്യും. അതായത് ഇപ്പൊ അവിടെ ഒരു വോൾട്ടേജ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ക്ലോസ് ആവുകയും കറന്റിനെ അതിലൂടെ അലോ ചെയ്യുകയുമാണ് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യാനായിട്ട്. എന്നാൽ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് എന്താ ചെയ്യുന്നത്, കറന്റിനെ അലോ ചെയ്യും, പക്ഷെ അവിടെ റിലേ എന്ന് പറയുന്നത് നോട്ട് എനർജൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, നോട്ട് എനർജൈസ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന കറന്റിനെ NC കോണ്ടാക്റ്റുകൾ അലോ ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പൊ നോക്കൂ, റിലേ എനർജൈസ് ആണെങ്കിൽ NO എന്ന് പറയുന്നത് കോണ്ടാക്ട് ക്ലോസ്ഡ് ആയിരിക്കും, NC എന്ന് പറയുന്നത് കോണ്ടാക്ട് ഓപ്പൺഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്നാൽ റിലേ ഈസ് നോട്ട് എനർജൈസ്ഡ് ആണെങ്കിൽ NC കോണ്ടാക്റ്റുകൾ ക്ലോസ്, തിരിച്ച് ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. NO നോർമലി ഓപ്പൺ കോണ്ടാക്റ്റുകൾ ഓപ്പണിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താണ് പിക്കപ്പ് കറന്റ് എന്ന് നമുക്ക് നോക്കാം. The minimum amount of relay coil current necessary to energize or operate the relay. എന്താണ് പറയുന്നത്, ഒന്നില്ലെങ്കിൽ റിലേനെ ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിലേനെ എനർജൈസ് ചെയ്യുന്നതിനോ ആവശ്യമായ ഒരു മിനിമം amount of റിലേ കോയിൽ കറന്റിനെയാണ് നമ്മൾ പിക്കപ്പ് കറന്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു റിലേ അതിന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ ആ ഒരു കറന്റിനെയാണ് പിക്കപ്പ് കറന്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്, മിനിമം റിലേ കറന്റ് അല്ല അല്ലെ, ആ ഒരു റിലേനെ എനർജൈസ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു മിനിമം കറന്റിനെ അല്ല, റിലേ കോയിൽ കറന്റിന് അല്ല നമ്മൾ അതിനെ പറയാനുള്ളത്. സോ അതുകൊണ്ടാണ് നമുക്ക് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് റോങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് ട്രൂ ഫോർ ദ റിലേ യൂസ്ഡ് ആസ് എ പ്രൊട്ടക്ഷൻ ഇൻ ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. താഴെ നമുക്ക് കുറെ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട് അല്ലെ, അതിൽ ട്രൂ അല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആണ് നമുക്ക് റോങ് ആയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. നോക്കൂ, ദ എക്കോണമി ഓഫ് യൂസിങ് എ റിലേ ഈസ് ഇമ്പോർട്ടന്റ്. As a rule, the protective gear should not cost more than 15% of the total cost. Okay, നമുക്ക് ഇവിടെ ഈ ഒരു 15% അല്ല വരേണ്ടത്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് റോങ് ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു ഫണ്ടമെന്റൽ റിക്വയർമെന്റ്സ് ഒരു പ്രൊട്ടക്റ്റീവ് റിലേ ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഫണ്ടമെന്റൽ റിക്വയർമെന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു പ്രൊട്ടക്റ്റീവ് റിലേ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഫോൾട്ടോ അങ്ങനെ എന്തെങ്കിലും ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സർക്യൂട്ട് ബ്രേക്കറിന്റെ ഓപ്പറേഷനെ ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ, ആ ഒരു സിസ്റ്റത്തിനെ ടോട്ടൽ ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ റിക്വയർമെന്റ്സ് പറഞ്ഞാൽ, ഫസ്റ്റ് സെലക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഒരു പ്രൊട്ടക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് കറക്റ്റ് ഏതൊരു പാർട്ടിലാണോ നമുക്ക് പ്രോബ്ലം ഒക്യൂർ ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്
അതിനെ കറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി ഈ പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് റിലേക്ക് ഉണ്ടാകണം. അതാണ് സെലക്ടിവിറ്റി എന്ന് ഒരു ടേമിൽ പറയുന്നത്. അടുത്തത് സ്പീഡ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം അതിൽ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ അതിനെ ക്ലിയർ ചെയ്യാനുള്ള ആ ഒരു സ്പീഡ് കൂടണം നമുക്ക് അല്ലെ. അതായത് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സിസ്റ്റത്തിന്, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു 4-5 ഡിവൈസുകൾ കണക്ട് ചെയ്ത് ഫസ്റ്റ് സിസ്റ്റത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ഫസ്റ്റ് ഡിവൈസിനെ അതിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതല്ല നമ്മൾ ടൈം എടുത്തിട്ടാണ് അത് ഡിസ്കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള ഡിവൈസുകളടക്കം ഡാമേജ് ആയി പോകുന്നതിന് ചാൻസ് ഉണ്ട്. സോ ആ ഒരു ടൈം എന്ന് പറയുകയാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കതൊരു ഇതായിരിക്കണം. ഓക്കെ, അതായത് പെട്ടെന്ന് റെസ്പോൺസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തതാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഒരു വോൾട്ട് ആംപിയർ ഇൻപുട്ട് നമുക്ക് ആവശ്യം വരുന്ന ഒരു വോൾട്ട് ആംപിയർ ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു റിലേ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് വളരെ സ്മോളർ ആയിട്ടുള്ള വാല്യൂ ആണ് ആവശ്യമെങ്കിൽ അവിടെ നമുക്ക് എന്താ മോർ സെൻസിറ്റീവ് റിലേ ആണെന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. അടുത്തത് റിലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഏതൊരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലും ഈ പറയുന്ന ഒരു റിലേക്ക് പ്രൊട്ടക്റ്റീവ് റിലേക്ക് ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, ഇപ്പൊ ഒരു റിലയബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് ചിലപ്പോൾ അതൊരു പല പ്രോബ്ലങ്ങളിലേക്കും കാരണമാകുന്നതിന് ചാൻസസ് ഉണ്ട്. പിന്നെ സിംപ്ലിസിറ്റി എന്ന് പറയണം, അതായത് നമുക്ക് ഈ പറയുന്ന റിലേ സിസ്റ്റത്തിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കണം, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കണം. അടുത്തൊരു മെയിൻ റിക്വയർമെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്കോണമിയാണ് അല്ലെ. എക്കോണമി നമുക്ക് ഈ ഒരു പ്രൊട്ടക്റ്റീവ് എക്കണോമിക്കൽ ആയിരിക്കണം എന്നാണ്. അതായത് വളരെ ഹൈ എമൗണ്ട് ആണെങ്കിൽ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതാക്കാനായിട്ട്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഗിയർ എന്ന് പറയുന്നത് ആ ഒരു ടോട്ടൽ കോസ്റ്റിന്റെ 5%-നേക്കാൾ കൂടാൻ പാടില്ല. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 15% ആണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി നമുക്ക് റോങ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. there are 3 statements about relay. റിലേനെ കുറിച്ച് ഒരു 3 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? A relay has a coil that becomes a temporary magnet when it operation. Okay, അതായത് ഒരു റിലേയിൽ ഒരു കോയിൽ ഉണ്ട്, അതൊരു ടെമ്പററി മാഗ്നറ്റ് ആകും. അതായത് ഓപ്പറേഷൻ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടെമ്പററി മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത്, a large current in a relay coil is used to switch off a small current. A small current in a relay coil is used to switch on a large current. Here ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അതായത് ഒരു സ്മോൾ കറന്റ് ആണ് നമ്മുടെ ആ ഒരു റിലേ കോയിലുള്ള സ്മോൾ കറന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ലാർജ് കറന്റിനെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ്. ദാറ്റ് ഈസ് ഹിയർ ഇവിടെ 1 ഉം 3 ഉം കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ 1 ഉം 3 ഉം റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഒരു റിലേ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സ്വിച്ച് ആണ് അല്ലെ. ഒരു ഇലക്ട്രിക് കറന്റ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ, കോയിലിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയും അത് ആ ആർമേച്ചറിൽ അട്രാക്ട് ചെയ്യുകയാണ്. അപ്പൊ ആർമേച്ചർ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കലി കോണ്ടാക്റ്റുമായിട്ട് മെക്കാനിക്കലി ലിങ്ക്ഡ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫലമായിട്ട് സ്വിച്ച് ഓണും ഓഫും ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു സ്മോൾ കറന്റ് നമ്മൾ ആ ഒരു റിലേ കോയിലിലൂടെ കൊടുക്കുമ്പോൾ സ്വിച്ചിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ആയിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞത്, ഒരു സ്മോൾ കറന്റ് ആണ് റിക്വയർ ചെയ്യുന്നത് അല്ലെ, ആ ഒരു ലാർജ് കറന്റിനെ ഓണും ഓഫും ആക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ 1 ഉം 3 ഉം സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് റൈറ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ELCB is used to protect the circuit from. ELCB എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. അത് നമ്മൾ സർക്യൂട്ടിനെ എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻസ് നോക്കൂ. ഓവർ കറന്റ്, ഓവർ വോൾട്ടേജ്, ലീക്കേജ് കറന്റ്, ഓൾ ഓഫ് ദി അബോവ്. നമുക്കറിയാം ഇറ്റ്സ് യൂസ്ഡ് ദ പ്രൊട്ടക്ട് ഫ്രം ലീക്കേജ് കറന്റ്. ഓക്കെ, ELCB എന്തിനു വേണ്ടിയിട്ടാണ്, ലീക്കേജ് കറന്റിൽ നിന്നുണ്ടാകുന്ന ഡാമേജിൽ നിന്നും സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ELCB യൂസ് ചെയ്യുന്നത്. ഓക്കെ, ELCB എന്ന് പറഞ്ഞാൽ എന്താണ്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ് ELCB. ഇതെന്ന് പറയുന്നത് ഒരു മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ലോ വോൾട്ടേജ് AC സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഇലക്ട്രിക്കൽ ഷോർട്ട് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ ഒരു ലീക്കേജ് കറന്റിൽ നിന്നും എന്തെങ്കിലും ഫയേഴ്സോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷോക്ക് പ്രൊട്ടക്ഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ELCB യൂസ് ചെയ്യുന്നത്. ഓക്കെ, ELCB വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, റെസിജ്വൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ, RCCB എന്നുള്ള ഒരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആ ഒരു സർക്യൂട്ടിലൂടെ ഉണ്ടാകുന്ന കറന്റ് ഫ്ലോയിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും ഒരു ഇംബാലൻസ് പെട്ടെന്ന് വരികയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുകയാണ്. അതായത് ആ കറന്റ് അതിലൂടെ പോകുമ്പോഴും വരുമ്പോഴും എന്തെങ്കിലും ഒരു ഇംബാലൻസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഫ് സപ്പോസ് ഇസ് ദർ എനി ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ സർക്യൂട്ടിനെ പെട്ടെന്ന് തന്നെ അതൊരു സർക്യൂട്ട് ബ്രേക്കർ ആക്ട് ആവുകയാണ്, വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ELCB എന്ന് പറയുന്നത് എന്താണ്? ഒരു ലീക്കേജ് കറന്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, which of the following statement is not true about SF6 circuit breaker? SF6 സർക്യൂട്ട് ബ്രേക്കറിനെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് റോങ് ആയിട്ട് തന്നിരിക്കുന്നത്. SF6 ഗ്യാസ് ഹാസ് ലോ ഇലക്ട്രോനെഗറ്റിവിറ്റി. ദാറ്റ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി SF6 സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ SF6 ഗ്യാസിന് എങ്ങനെയാണ് ഒരു ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ ഹൈ എക്സലന്റ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ഒരു ഗ്യാസ് ആണ് SF6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് നമുക്ക് ആ ഒരു ആർക്ക് ഇന്ററപ്റ്റിന് ശേഷം ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു SF6 സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിൽ ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വരുന്നുണ്ട്, മിനിമം ടൈം ആണ് ഇൻസ്റ്റലേഷന് വേണ്ടി വരുന്നത്, ഈ ഗ്യാസ് എന്ന് പറയുന്നത് നോൺ ഇൻഫ്ലേമബിളും ആണ്, കെമിക്കലി സ്റ്റേബിളും ആണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പൊട്ടിത്തെറിയോ ഫയർസോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് വേണ്ടി വരില്ല. അതുപോലെ തന്നെ ഇതൊരു നോയ്സ്ലെസ് ഓപ്പറേഷൻ ആണ്, മിനിമം മെയിൻ്റനൻസ് ആണ് വേണ്ടത്. പിന്നെ ആ ഒരു സെയിം ഗ്യാസ് തന്നെയാണ് നമ്മൾ അതിനുള്ളിൽ തന്നെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു SF6 ഗ്യാസിന്റെ റിക്വയർമെന്റ് നമുക്ക് വളരെ റെഡ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന SF6 ബ്രേക്കർ ടാങ്കിലേക്ക് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു മോയ്സ്ചർ വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്, സെവറൽ പാർട്ടുകളുടെ ഫെയിലിയറിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അതൊരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഈ പറയുന്ന SF6 ബ്രേക്കറിന്റെ ആ ഒരു SF6 ഗ്യാസിന് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇത് ടോട്ടലി ഈ ഒരു ബ്രേക്കറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ നോക്കുക അടുത്തത്. ദ റിക്കവറി ഓഫ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആഫ്റ്റർ ദ ആർക്ക് ഇന്ററപ്ഷൻ ഇൻ SF6 സർക്യൂട്ട് ബ്രേക്കർ ഈസ് വെരി ഫാസ്റ്റ്. ഓക്കെ, ആ ഒരു ആർക്ക് ഇന്ററപ്ഷന് ശേഷം SF6 സർക്യൂട്ട് ബ്രേക്കറിൽ ആർക്ക് ഇന്ററപ്റ്റിന് ശേഷം ആ ഒരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിന്റെ റിക്കവറി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണ്. അത് ഈ ഒരു SF6ന്റെ എന്ത് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എന്ത് പ്രോപ്പർട്ടി കാരണമാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നോൺ ടോക്സിക് പ്രോപ്പർട്ടി, നോൺ ഇൻഫ്ലൈമബിൾ property, inert nature of SF6, electronegative property of SF6. Option D ആണ് reason. Okay, so here C is the right answer. Only D മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ. അപ്പോൾ SF6 ഗ്യാസിന് എങ്ങനെയാണ് ഒരു ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ ഹൈ എക്സലന്റ് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ള ഒരു ഗ്യാസ് ആണ് SF6 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് നമുക്ക് ആ ഒരു ആർക്ക് ഇന്ററപ്റ്റിന് ശേഷം ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു SF6 സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിൽ ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വരുന്നുണ്ട്, മിനിമം ടൈം ആണ് ഇൻസ്റ്റലേഷന് വേണ്ടി വരുന്നത്, ഈ ഗ്യാസ് എന്ന് പറയുന്നത് നോൺ ഇൻഫ്ലേമബിളും ആണ്, കെമിക്കലി സ്റ്റേബിളും ആണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പൊട്ടിത്തെറിയോ ഫയർസോ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് വേണ്ടി വരില്ല. അതുപോലെ തന്നെ ഇതൊരു നോയ്സ്ലെസ് ഓപ്പറേഷൻ ആണ്, മിനിമം മെയിൻ്റനൻസ് ആണ് വേണ്ടത്. പിന്നെ ആ ഒരു സെയിം ഗ്യാസ് തന്നെയാണ് നമ്മൾ അതിനുള്ളിൽ തന്നെ റീസർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു SF6 ഗ്യാസിന്റെ റിക്വയർമെന്റ് നമുക്ക് വളരെ റെഡ്യൂസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, which of the following is not an advantage of air blast circuit breaker? താഴെ തന്നിരിക്കുന്നതിൽ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി, there is no possibility of air leakage at the pipe fittings. ഒരു അഡ്വാൻറ്റേജ് അല്ല. ഓക്കെ, there is no possibility of air leakage at the pipe fitting. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടല്ല നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് നമ്മൾ ഇതിൽ ആർക്ക് എക്സ്റ്റിംഗ്വിഷർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ് ആ ഒരു മീഡിയത്തിൽ. അപ്പൊ എന്തെങ്കിലും ഒരു ഫോൾട്ട് വരികയാണെങ്കിൽ ഒരു എയർ ബ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബ്ലാസ്റ്റ് വാൽവ് കൺട്രോൾ ചെയ്തിട്ട് ആ ഒരു കോണ്ടാക്റ്റുകളെ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അത് എന്ത് ചെയ്യുന്നുണ്ട്, ആർക്കിനെ കൂൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആർക്ക് ആൻഡ് ആർക്കിംഗ് പ്രോഡക്റ്റ് ഒക്കെ ഇതിൽ നിന്ന് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് സ്വെപ്റ്റ് ആവുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, റാപ്പിഡ് ആയിട്ട് നമുക്ക് ഇതിൽ ഇൻക്രീസ് ആവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്കൊരു റീസ്ട്രൈക്കിംഗ് ഓഫ് ആർക്ക് ഇതിൽ പ്രിവെന്റ് ആകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആർക്ക് എക്സ്റ്റിംഗ്വിഷൻ നമുക്ക് കോൺസ്റ്റിഗ്നന്റിലായിട്ട് നമുക്ക് ആ ഒരു ഫ്ലോ കോൺസിക്വന്റിലാകുകയും ആ ഒരു ഫ്ലോ ഓഫ് കറന്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ഇന്ററപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബെസ്റ്റ് ആപ്ലിക്കേഷൻസ് നമുക്ക് എവിടെയൊക്കെ പറഞ്ഞാൽ 132 kV നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് എബോവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു ബ്രേക്കിംഗ് കപ്പാസിറ്റി തൊട്ട് 7500 മെഗാവോൾട്ട് ആംപിയർ വരെ നമുക്ക് പറ്റുന്നുണ്ട്. ഇതിൽ വരുന്ന ആ ഒരു പ്രഷർ ഓഫ് ദ എയർ നമ്മൾ എടുക്കുന്നത് ഏകദേശം 20 kg/cm², അല്ലെങ്കിൽ ആ റേഞ്ച് 20 to 30 kg/cm² ആണ് നമ്മൾ ആ ഒരു എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ യൂസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ ഡെസ്ക് ലാമ്പ് ഷുഡ് ഹാവ് 3 ampere ഫ്യൂസ് ഫിറ്റഡ്.
but a 13 ampere fuse has been fitted by mistake. The lamp is not faulty. The lamp is switched on. What happens? Okay, ഇതൊരു പ്രാക്ടിക്കൽ ലെവൽ പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ നമുക്കൊരു 3 ആംപിയർ ഫ്യൂസ് ആണ് നമുക്ക് ഒരു ഡെസ്ക് ലാമ്പിൽ ഫിറ്റ് ചെയ്യേണ്ടത്. 3 ആംപിയറിന് പകരം ഞാൻ ഒരു 13 ആംപിയർ ഫ്യൂസ് അവിടെ കണക്ട് ചെയ്യുകയും ലാമ്പ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാതെ സ്വിച്ച് ഓൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെ എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് 3ക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, 13 ആംപിയർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാമ്പ് നമുക്ക് എന്താണ് നോർമൽ ആയിട്ട് തന്നെ ഓപ്പറേറ്റ് ആകും അല്ലെ. ലാമ്പിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ വരുമോ? ഇല്ല. കാരണം നമുക്ക് പറഞ്ഞതിനേക്കാൾ ഹയർ റേറ്റിലുള്ള ഒരു ഫ്യൂസ് ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദ ലാമ്പ് വർക്ക്സ് നോർമലി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നോക്കൂ, ഒരു 13 ആംപിയർ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുകയാണ് 3 ആംപിയറിന് പകരമായിട്ട്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്താവും, നോർമൽ ആയിട്ട് എങ്ങനെയാണോ ലാമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സിമിലർ മാനറിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഹയർ റേറ്റഡ് ഫ്യൂസ് നമുക്ക് പ്രത്യേകിച്ച് അതിന്റെ ഫംഗ്ഷനാലിറ്റിനെ ഒന്നും ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ബാധിക്കുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഫോൾട്ട് അല്ലെങ്കിൽ ഒരു എക്സസീവ് കറന്റ് വരികയാണെങ്കിൽ ഈ പറയുന്ന 13 ആംപിയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അഡിക്വേറ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യില്ല. കാരണം ഈ സപ്പോസ് ആ ലാമ്പിന് നമുക്കൊരു 5 ആംപിയറേ നമുക്ക് പറ്റുകയുള്ളൂ. പക്ഷേ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫ്യൂസ് എന്ന് പറയുന്നത് 13 ആംപിയർ ആണ് അല്ലെ. അപ്പൊ 5 ആംപിയർ കറന്റ് വന്നാലും അതൊരു ഡിഫക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഫ്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, അത് ആ കറന്റിന്റെ ഫ്ലോയിനെ ഇന്ററപ്റ്റ് ചെയ്യില്ല. ആ കറന്റ് അതിലൂടെ ഫ്ലോ ആവുകയും ആ ലാമ്പ് മേ ബി കുറച്ചു നേരം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ മേ ബി ആ ലാമ്പ് നമുക്ക് ഡാമേജ് ആയി പോകുന്നതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്തിരിക്കുന്ന നമുക്ക് പറഞ്ഞിരിക്കുന്ന സെയിം റേറ്റിംഗിലുള്ള ഫ്യൂസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. When wiring a house, it is important to use the correct cables. The current rating of the 4 different cables are listed here. All 4 cables are used in series in the same circuit. Which cable is most likely to overheat? Okay, താഴെ നമുക്ക് 4 റേറ്റിംഗ്സിലുള്ള തന്നിട്ടുണ്ട്. കേബിളുകളുടെ റേറ്റിംഗ്സ്, കറന്റ് റേറ്റിംഗ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആകുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 6, 10, 15, 30. നമുക്കറിയാം 6 ആംപിയറിലാണ് നമുക്ക് ഓവർ ഹീറ്റ് വരുന്നത് അല്ലെ. നോക്കൂ, ഇക്വേഷൻ നമുക്കറിയാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ഐ? അതായത് അല്ലെങ്കിൽ V is equal to I into R എന്നാണ് അല്ലെ. ആണ്. അപ്പൊ I is equal to നമുക്ക് എങ്ങനെ എഴുതാം? V by R. ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാം. ആണോ? ഓക്കെ, അപ്പൊ I എന്ന് പറയുന്നത് നമുക്ക് കൂടുകയാണെങ്കിൽ what is the meaning? Here the resistance value is reducing. If the I value is reducing, what is the meaning? Resistance value is increasing അല്ലെ. അപ്പൊ നോക്കൂ, നമുക്ക് 4 റെസിസ്റ്റൻസിൽ ഏറ്റവും ലോവർ വാല്യൂ എന്ന് പറയുന്നത്, സോറി കറന്റിൽ നമുക്ക് ഏറ്റവും ലോവർ എന്ന് പറയുന്നത് 6 ആംപിയർ ആണ്. അപ്പൊ ഇവിടെ 6 ആംപിയർ എന്ന് പറയുന്നത് കുറഞ്ഞതാണ്. ഇവിടെ കറന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കറന്റ് കൂടുക, ബാക്കിയുള്ള വയേഴ്സിൽ കറന്റ് കൂടുകയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കുറയുകയാണ് അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് കറന്റ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അപ്പൊ ആ ഒരു വയറിലായിരിക്കും നമുക്ക് ഓവർ ഹീറ്റ് ആകുന്നത്. അപ്പൊ നോക്കൂ, വയർ വിത്ത് ലീസ്റ്റ് കറന്റ് അല്ലെ മാക്സിമം റെസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ 6 ആംപിയറിലായിരിക്കും നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് വരുന്നത്. നോക്കൂ, ഹീറ്റ് ഡിസിപ്പേറ്റഡ് ഇക്വേഷൻ എന്താണ്? H is equal to I square RT ആണ് അല്ലെ. അപ്പൊ സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് സെയിം കറന്റ് ആയിരിക്കും ഓരോന്നിലൂടെയും ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലുണ്ടാകുന്ന H എന്തിനായിരിക്കും പ്രൊപ്പോർഷണൽ? ഈ പറയുന്ന റെസിസ്റ്റൻസിനെയാണ് പ്രൊപ്പോർഷണൽ ആകുന്നത് അല്ലെ. അപ്പൊ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് അതിലുണ്ടാകുന്ന ഹീറ്റ് നമുക്ക് എന്താവും? ഡയറക്ട്ലി ഇൻക്രീസ്ഡ് ആകും. ഓക്കെ, ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.